വിളിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു സംഗമം അവൻ ഇഷ്ടപ്പെട്ട ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ലോകം ഇന്നൊരു പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സ്കൂൾ മാനേജ്മെന്റ് ഒരുക്കിയ ഈ ഒരു സംരംഭം എന്തുകൊണ്ടും പ്രശംസനീയമാണ്, പുകഴ്ത്തപ്പെടേണ്ടതാണ്. അല്ലാഹു തആല ഈ ഒരു സംരംഭം അവൻ ഇഷ്ടപ്പെട്ട നല്ലൊരു അമലായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ഇത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പൂർണ്ണമായും ഒരു മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്ന് താരീഖാണ്. ഒന്നാമത്തെ പാഠം മുതൽ നമുക്ക് ആരംഭിക്കാം. ഒന്നാമത്തെ പാഠം മഹാനായ ഹസൻ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള പാഠാണ്. ഹസൻ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള പാഠാണ് ഒന്നാമതായി ചർച്ച ചെയ്യുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഹസൻ റളിയല്ലാഹുവിനെ തോളിൽ വെച്ചുകൊണ്ട് ഒരു പ്രത്യേക പ്രാർത്ഥന നിർവഹിച്ചിരുന്നു. അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു ഫഅഹിബ്ബഹു. അല്ലാഹുവേ, ഈ കുട്ടിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഇവനെ നീയും ഇഷ്ടപ്പെടണമേ എന്നുള്ള ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ഭാഗമാണ്. അലി റളിയല്ലാഹുവിന്റെയും ഫാത്തിമ ബീവിയുടെയും മകനാണ് മഹാനായ ഹസൻ റളിയല്ലാഹു. ഹസൻ റളിയല്ലാഹുവിന്റെ ഉപ്പയുടെ പേര് അലി റളിയല്ലാഹു എന്നും ഉമ്മയുടെ പേര് ഫാത്തിമ ബീവിയുമാകും. ഹിജറ 3-ാം വർഷം റമളാനിലാണ് ഹസൻ റളിയല്ലാഹു ജനിച്ചത്. നബിയോട് വളരെ ശാരീരികമായി ഒരു സാമീപ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു മഹാനായ ഹസൻ റളിയല്ലാഹു. സൽ സ്വഭാവം, ഇബാദത്തുകൾ തുടങ്ങിയവയിൽ വളരെ നിഷ്കർഷത പുലർത്തിയിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ഇവിടെ ഈ അധ്യായത്തിൽ ഒരു പ്രത്യേകമായ ഒരു ഭാഗം പറയുന്നത് ആമുൽ ജമാ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം പരിചയപ്പെടുത്തുന്നുണ്ട്. ആമുൽ ജമാ. ആമുൽ ജമാ എന്നാൽ നമുക്കറിയാം, മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു തങ്ങളുടെ അധികാരം, ഒരു യുദ്ധത്തിന് സാഹചര്യം ഉണ്ടായ സമയത്ത് തങ്ങളുടെ അധികാരം മഹാനായ മുആവിയ റളിയല്ലാഹുവിന് ഒഴിഞ്ഞുകൊടുത്തു. ഈ ഒരു സ്നേഹപ്രകടനം കാരണത്താലാണ് ആ ഒരു സന്ദർഭത്തിന്, ആ ഒരു വർഷത്തിന് ആമുൽ ജമാ എന്ന് പറഞ്ഞത്. ഇത് ഹിജറ 40-ലായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. അങ്ങനെ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു അധികാരം മുആവിയ റളിയല്ലാഹുവിന് കൈമാറുകയും മദീനയിലേക്ക് മടങ്ങുകയും ചെയ്തു. ഹിജറ 49-ൽ ഒരു വിഷബാധ ഏറ്റിട്ടാണ് അദ്ദേഹം വഫാത്താകുന്നത്. അവരുടെ ഖബർ ജന്നത്തുൽ ബഖയിലാണുള്ളത്. രണ്ടാമത്തെ പാഠം മഹാനായ ഹുസൈൻ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള ചരിത്രമാണ്. ഈ ഭാഗത്ത് ഒരു കർബല യുദ്ധത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. വിദ്യാർത്ഥികൾ ആ ഭാഗം നന്നായി ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് കർബല.
ഹിജറ 61 ആ കർബല യുദ്ധം ഉണ്ടായത്. കർബല എന്ന് പറയപ്പെടുന്ന പ്രദേശം യൂഫ്രട്ടീസ് നദിയുടെ തീരത്താണ് കർബല എന്ന് പറയപ്പെടുന്ന പ്രദേശമുള്ളത്. പിന്നെ പ്രത്യേകമായി പറയാനുള്ളത്, ഈ കർബല യുദ്ധത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും അവരുടെ കുടുംബത്തിലെ 16 പേരും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ജനനം ഹിജറ 4-ാം വർഷം ശഅബാനിലായിരുന്നു. മദീനയിൽ വെച്ച് തന്നെയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിച്ചത്. പിന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വേറൊരു പേരും കൂടി ഉണ്ടായിരുന്നു. ജനിച്ച സമയത്ത് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് അവിടെ കൂടിയിരുന്ന ആളുകൾ ഹർബ് എന്നൊരു പേരിട്ടിരുന്നു. ഹർബ്. ആ പേര് പിന്നീട് മാറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അത് ഹുസൈൻ എന്നൊരു പേരാക്കി മാറ്റിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് രൂപസാദൃശ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നേരത്തെ നമ്മൾ ഹസൻ റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആ ഭാഗത്ത് വളരെ ശാരീരികമായി സാമീപ്യമുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടാണ് മഹാനായ ഹസൻ റളിയല്ലാഹുവിനെ പരിചയപ്പെടുത്തിയത്. ഇത് രണ്ടും ഇവിടെയുള്ള ഡിഫറൻസ് കുട്ടികൾ ശരിക്കും മനസ്സിലാക്കണം. ഇവിടെ പറഞ്ഞത് നബിയോട് രൂപസാദൃശ്യമുള്ള ഒരു വ്യക്തി എന്നാണ്. മറ്റോടത്ത് വളരെ രൂപസാദൃശ്യം എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി തേക്കിയതാക്കി പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം ഒന്നുകൂടി ക്ലിയർ ആക്കി മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തും. അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു ആരാധനകളുടെ കാര്യത്തിൽ അദ്ദേഹം വളരെ ഒരു കണിശ സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു. വലിയ ധൈര്യശാലിയും ദാനശീലനുമായിരുന്നു അദ്ദേഹം. നല്ല ധൈര്യവാനും പിന്നെ പാവങ്ങളെയൊക്കെ ആത്മാർത്ഥമായി സഹായിക്കുകയും സഹകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അടുത്ത അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളെ കുറിച്ചുള്ള ഒരു ഭാഗമാണ് ആ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, പിന്നെ മഹാനായ ഇമാം ബൂസൂരി റഹ്മഹുല്ലാഹു തആല അലൈഹി അവർ ഒരു ബുർദ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാവ്യം രചിച്ചിട്ടുണ്ട്. ആ കവിതയുടെ അവസാന ഭാഗത്ത് ഈ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളെയും അവിടെ ചർച്ച ചെയ്യുന്നു. ആ വരി കുട്ടികൾക്ക് ഓർമ്മ ഉണ്ടാവും. എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കാവ്യം. ആ ഭാഗത്ത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളെയും പേര് അവിടെ നിർദ്ദേശിക്കുന്നുണ്ട്. ആ കവിത പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ആ 10 ആളുകളുടെ പേര് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ആ ഭാഗത്ത് ആ 10 ആളുകളുടെയും കുടുംബത്തിനെ കുറിച്ചും അവർ മരണപ്പെട്ട ഹിജറ വർഷവും അവരുടെ വയസ്സും അവരുടെ ഖബർ എവിടെയാണുള്ളത് എന്നുള്ള ഭാഗങ്ങളൊക്കെ ആ അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ വിദ്യാർത്ഥികൾ അത് കാര്യമായി ആ ഭാഗം നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഭാഗമാണ് ആ ഭാഗം. അടുത്തത് അധ്യായം 4, വാശിയെ തോൽപ്പിച്ച വിശ്വാസം. ഈ അധ്യായം ചർച്ച ചെയ്യുന്നത് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിനെ കുറിച്ചാണ്. ഇസ്ലാമിൽ 3-ാമതായി പ്രവേശിച്ച ഒരു വ്യക്തിയാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിൽ 3-ാമതായി പ്രവേശിച്ച വ്യക്തിയാണ് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്ന വയസ്സ് വെറും 17 വയസ്സ് മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പിന്നെ മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിനെ കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു പറയുന്ന ഒരു സന്ദർഭമുണ്ട്. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരുമിച്ച് ഞങ്ങൾ ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗാവകാശിയായ ഒരാൾ അതാ വാതിലിലൂടെ കടന്നു വരും. അപ്പോ അവിടെ കൂടിയ സ്വഹാബികളൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരുന്നു, ആരായിരിക്കും ആ വാതിലിലൂടെ കടന്നു വരിക എന്നുള്ളത്. അവിടെ കൂടിയ സ്വഹാബികളൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പോയി, പടച്ചോനെ
ഈ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നിങ്ങനെ അവിടെ കൂടിയ സ്വഹാബികളൊക്കെ ആലോചിച്ചു. ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൂടെ കടന്നു വന്നത് മഹാനായ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അത് ശരിക്ക് മനസ്സിലാക്കി വെക്കണം. പിന്നെ അദ്ദേഹത്തെ മറവ് ചെയ്തത് ജന്നത്തുൽ ബഖയിലാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിലും പിന്നെ മുഹാജിറുകളിൽ വെച്ചും അവസാനമായി വഫാത്തായ ഒരു വ്യക്തി കൂടിയാണ് മഹാനായ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു. ഇതാണ് ആ അധ്യായത്തിൽ മനസ്സിലാക്കാനുള്ളത്. അടുത്തത് ഒരു പ്രാർത്ഥനയുടെ ഫലം എന്ന് പറഞ്ഞിട്ട് 5-ാമത്തെ അധ്യായം. കുട്ടികൾ കുറച്ച് ഓടിച്ചു പോകണം. എടുക്കണ സമയത്ത് നിങ്ങളെ പുസ്തകം നമ്മൾ സാധാ ക്ലാസ്സിൽ ഇരിക്കണം അതേപോലെ തന്നെ നല്ല സ്റ്റഡിയിൽ ഇരുന്ന് പുസ്തകം നല്ല ശ്രദ്ധിച്ചിരിക്കണം. പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. പിന്നെ പ്രത്യേകമായി തോന്നുന്ന കാര്യങ്ങളൊക്കെ അത് അടിയിൽ അണ്ടർലൈൻ ചെയ്യണം. അത് വീണ്ടും ആവർത്തിച്ച് പഠിക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വിഷയത്തിലേക്ക് വരാം. പാഠം 5-ാമത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹുവിനെ കുറിച്ചാണ്. സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം നല്ല മനസ്സിലാക്കണം. മഹാനായ സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളായ ആത്തിക ബീവിയെ വിവാഹം ചെയ്തത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളായ ഫാത്തിമ എന്നവരെ വിവാഹം ചെയ്തത് മഹാനായ സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുമാണ്. റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളായ ആത്തിക ബീവിയെ വിവാഹം ചെയ്തത് ഉമർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളായ ഫാത്തിമ എന്നവരെ വിവാഹം ചെയ്തത് സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടെന്ന് അർത്ഥം. അതാണ് ആ ഭാഗത്തിൽ കാര്യമായി ശ്രദ്ധിക്കാനുള്ള ഒരു ഭാഗം. പിന്നെ സഈദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ പ്രവേശിച്ച ഒരു സന്ദർഭം അവിടെ പറയുന്നുണ്ട്. തന്റെ പിതാവ് സെയ്ദ് എന്നവർ വിഗ്രഹാരാധനയിൽ മുഴുകിയ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം സത്യമതത്തിനെ അന്വേഷിച്ച് പുറപ്പെടുകയും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വളരെയധികം താല്പര്യം കാണിച്ച് അങ്ങനെ ഒരുപാട് നടന്നു. അങ്ങനെ വഴിയിൽ വെച്ച് ഒരു പുരോഹിതനെ കണ്ടുമുട്ടി. ആ പുരോഹിതന് പറഞ്ഞു, മനുഷ്യ, നിങ്ങൾ അന്വേഷിക്കണ മതം ഇവിടെ ഉണ്ടാവില്ല. അത് നിങ്ങളെ നാട്ടിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ സജീവം, അതുകൊണ്ട് നിങ്ങൾ നാട്ടിലേക്ക് തന്നെ മടങ്ങണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തിരിച്ചയച്ചു. അങ്ങനെ അദ്ദേഹം നാട്ടിലേക്ക് തന്നെ മടങ്ങുന്ന സന്ദർഭത്തിൽ വഴിയിൽ വെച്ച് ചില കൊള്ളക്കാർ അദ്ദേഹത്തെ കവർച്ച ചെയ്യുകയും അവിടെ വെച്ച് അദ്ദേഹത്തെ മരണപ്പെടുന്ന സമയത്ത് ഇരു കരങ്ങളും ഉയർത്തിയ ആ മനുഷ്യൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്രേ, അള്ളാഹുവേ, എനിക്ക് നീ നിഷേധിച്ച ഈ ഖൈറ് എന്റെ മകൻ സഈദിനെ നീ നിഷേധിക്കരുത് എന്ന് പറഞ്ഞാൽ, ഞാനൊരു നന്മ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നു, ആ നന്മ നീ തടഞ്ഞു വെച്ചു. നീ എന്റെ മകൻ സഈദ് എന്നവർക്ക് ഇങ്ങനെ ഒരു നന്മ നീ തടയരുതേ എന്ന് സെയ്ദ് എന്നവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചതിന്റെ ഫലം കൂടിയാണ് മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരാനുണ്ടായ കാരണം. ബദർ യുദ്ധം ഒഴികെയുള്ള എല്ലാ രംഗങ്ങളിലും അദ്ദേഹം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. ബദർ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുക്കാതിരിക്കാനുണ്ടായ കാരണം അദ്ദേഹം അന്ന് മദീനയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് അദ്ദേഹം മദീനയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. വേറെ എല്ലാ യുദ്ധങ്ങളിലും, ഇസ്ലാമിൽ അറിയപ്പെട്ട എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഹിജ്റ 51 അഖീഖ് എന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം വഫാത്തായി. ജന്നത്തുൽ ബഖയിലാണ് അദ്ദേഹത്തെ മറവ് ചെയ്തത്. ഇതാണ് ആ ഭാഗത്ത് മനസ്സിലാക്കി വെക്കാനുള്ളത്. പിന്നെ 6-ാമത്തെ അധ്യായം സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹുവിനെ കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ അസ്മാ ബീവിയാണ്. അസ്മാ ബീവിയെയാണ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തത്.
പിന്നെ മദീനയിൽ മുഹാജിറുകൾക്ക് ആദ്യമായി ഒരു കുട്ടി ഉണ്ടായിരുന്നു. അബ്ദുള്ള എന്നാണ് ആ കുട്ടിയുടെ പേര്. അബ്ദുള്ള. ഈ അബ്ദുള്ള എന്ന കുട്ടി ഉണ്ടായത് മഹാനായ സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹുവിനാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ കുടുംബം ബനു അസദ് കുടുംബമായിരുന്നു. 15-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചത്. പിന്നെ ഒരു പ്രത്യേകത കൂടി ഇവിടെ പറയുന്നുണ്ട്. ഇസ്ലാമിന് വേണ്ടി ആദ്യമായി വാളുപയോഗിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇസ്ലാമിന് വേണ്ടി ആദ്യമായി വാളുപയോഗിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു മഹാനായ സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ഒരു ഹവാരി എന്ന ഒരു പ്രത്യേക ഒരു പേര്, ഹവാരി എന്ന് പറഞ്ഞാൽ ഒരു ആത്മസുഹൃത്ത് എന്ന ഒരു പേര് കൂടി ഉണ്ട്. അങ്ങനെ പേരുണ്ടാവാനുള്ള കാരണം ഖന്തഖ് യുദ്ധത്തിന്റെ അന്ന് ശത്രുക്കളുടെ നീക്കുപോക്കുകൾ അറിയാൻ വേണ്ടി ആരാണ് അവിടെ വരെ പോവുക എന്നൊരു ചോദ്യത്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു ചോദ്യത്തിന് മഹാനായ എല്ലാവരും പേടിച്ച് ബേജാറായി ഇങ്ങനെ നിൽക്കണ ആ ഒരു സന്ദർഭത്തിൽ മഹാനായ സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ കാര്യം ഞാൻ ചെയ്തു കൊള്ളാം നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ടാവുകയും ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യമാണ്, സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹു എന്റെ ഹവാരിയാണ്. ഹവാരി എന്നാൽ ആത്മസുഹൃത്ത് എന്നാണ് അർത്ഥം. അദ്ദേഹത്തെ കൊന്നതാണ്. വാദി സിബായ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത്, വാദി സിബായ് എന്നൊരു മലഞ്ചെരുവിന്റെ ഭാഗത്ത് വെച്ചിട്ട് അമ്രുബിനുൽ ജർമൂസ് എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയാണ് മഹാനായ സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്. ഹിജ്റ 36-ലായിരുന്നു ഈ സംഭവം. 64-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വഫാത്തായത്. അദ്ദേഹത്തിന്റെ ഖബറ് ബസറയിലാണ് അദ്ദേഹത്തെ മറവ് ചെയ്തത്. അടുത്ത അധ്യായം മഹാനായ ത്വൽഹ റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്ന പാഠമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഭീഷണി നേരിട്ടത് പിന്നെ ഉഹുദ് യുദ്ധത്തിലാണ്. നമുക്കൊക്കെ അറിയാം, ഉഹുദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ട ഒരുപാട് സഹായങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ് മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു. ത്വൽഹ റളിയല്ലാഹു അൻഹു ഒരു വ്യാപാരി കൂടിയാണ്, ഒരു കച്ചവടക്കാരനാണ്. മാത്രമല്ല അദ്ദേഹം വലിയ ദാനശീലനും കൂടിയായിരുന്നു. ഒരുപാട് സമ്പത്തുകൾ അദ്ദേഹത്തിന് ഹദർമൗത്തിൽ നിന്ന് 70,000 ദിർഹം ഒരു ദിവസം ആരോ കൊടുത്തയച്ചു. അത് നേരം വെളുക്കുന്നതിന് മുമ്പായി അദ്ദേഹം അവിടെയുള്ള പാവപ്പെട്ട ആളുകൾക്കൊക്കെ അത് വീതിച്ച് നൽകി എന്നാണ്. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന് കാരണം അദ്ദേഹം, നമ്മൾ നേരത്തെ പറഞ്ഞു, അദ്ദേഹം ഒരു വ്യാപാരിയായിരുന്നു. അപ്പോ കച്ചവടത്തിന് വേണ്ടി ഷാം എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക് പോയ കാരണത്താൽ അദ്ദേഹം പിന്നെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. ഇവിടെ നേരത്തെ നമ്മള് സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ പാഠത്തിലും സയ്യിദ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറയും. അതിന് കാരണം അദ്ദേഹം മദീനയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇത് രണ്ടും ചിലപ്പം കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യത ഉണ്ട്. അത് വ്യത്യസ്തമാക്കിയിട്ട് തന്നെ മനസ്സിലാക്കി വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔജബ ത്വൽഹത്തുൻ, ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് സ്വർഗം നിർബന്ധമാക്കി എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിശേഷണം നൽകി. അങ്ങനെ പറയാനുണ്ടായ സന്ദർഭം പിന്നെ ഉഹുദ് യുദ്ധത്തിൽ ശത്രുക്കളുടെ ക്രൂരമായ അക്രമങ്ങളും മർദ്ദനങ്ങളും ഒരുപാട് ഏൽക്കേണ്ടി വന്ന ഒരു യുദ്ധമാണ് ഉഹുദ് യുദ്ധം. ഈ ഉഹുദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പാറയുടെ മുകളിലേക്ക് കയറാൻ വേണ്ടി മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു കുനിഞ്ഞു നിന്ന് കൊടുത്തു എന്നാണ്. കുനിഞ്ഞിങ്ങനെ നിന്ന് കൊടുത്തു. അപ്പോ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരഭാഗത്ത് ചവിട്ടിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പിന്നെ ആ പാറയുടെ മുകളിലേക്ക് കയറിയത്. ഈ സന്ദർഭത്തിൽ സന്തുഷ്ടനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഔജബ ത്വൽഹത്തുൻ, ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വർഗം നിർബന്ധമാക്കി എന്നത്. ഹിജ്റ 36 ജമാദുൽ ഉഖ്റ 25-ന് ജമൽ യുദ്ധത്തിൽ വെച്ചാണ് അദ്ദേഹം വഫാത്തായത്. അദ്ദേഹത്തിന്റെ വയസ്സ് 64 വയസ്സായിരുന്നു. ബസറയിലാണ് അദ്ദേഹത്തെ
മറവ് ചെയ്തത്. അടുത്തത് 8-ാമത്തെ അധ്യായം അബൂബൈദ റളിയല്ലാഹുവിനെ കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അബൂബൈദ റളിയല്ലാഹുവിന് ഒരു പ്രത്യേകത ഉണ്ട്. അദ്ദേഹം സ്വന്തം പിതാവിനെ അദ്ദേഹം വധിച്ചു. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായി. ബദ്ർ യുദ്ധത്തില് അദ്ദേഹത്തിന്റെ പോരാട്ടം കണ്ടിട്ട് ശത്രുക്കളൊക്കെ ആകെ ഭയന്നു, പേടിച്ചു. എന്താണ് സംഭവം എന്ന് അറിയാതെ അമ്പരന്ന് നിന്നു. അത്രക്കും ശക്തമായ ഒരു പോരാട്ടം നടത്തിയ ഒരു വ്യക്തിയായിരുന്നു മഹാനായ അബൂബൈദ റളിയല്ലാഹു അൻഹു. അബൂബൈദ റളിയല്ലാഹു അൻഹു ശത്രുക്കൾക്കെതിരെ ഇങ്ങനെ ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അബൂബൈദ റളിയല്ലാഹുവിന്റെ മുന്നിൽ ഒരാൾ മറയായി വന്നു നിന്നു. അബൂബൈദ റളിയല്ലാഹു ആ ഭാഗത്തു നിന്നൊക്കെ മാറി വേറൊരു ഭാഗത്തേക്ക് മാറി നിൽക്കാനുള്ള ശ്രമം നടക്കുമ്പോഴും ആ ഭാഗത്തേക്കൊക്കെ ഇയാൾ ഇങ്ങനെ ഒരു മറയായി ഇങ്ങനെ വന്ന് പ്രയാസപ്പെടുത്തി. ഇത് കൂടുതലായി കണ്ടപ്പോ മഹാനായ അബൂബൈദ റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലുണ്ടായിരുന്ന ആ വാള് കൊണ്ട് ആ മനുഷ്യനെ വെട്ടി കൊലപ്പെടുത്തിയതിനു ശേഷമാണ് പിന്നീട് ഇത് സ്വന്തം പിതാവാണ് എന്ന് തിരിച്ചറിഞ്ഞത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുശ്രിക്കായ ഒരു പിതാവിനേക്കാൾ തന്റെ വിശ്വാസത്തിനും പിന്നെ ആദർശത്തിനും മുൻതൂക്കം നൽകി എന്നതാണ് മഹാനായ അബൂബൈദ റളിയല്ലാഹുവിന്റെ പ്രത്യേകത. അമീനു ഹാദിഹിൽ ഉമ്മ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു. ഈ ഉമ്മത്തിലെ വിശ്വസ്തൻ എന്നാണ് അതിന്റെ അർത്ഥം. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് ഷാമിൽ ആകെ ഒരു തോവുൻ പ്ലേഗ് രോഗം എന്ന ഒരു രോഗം പടർന്നു പിടിച്ചു. ഇന്നത്തെ പോലെ ഇന്നിപ്പോ കൊറോണയാണ്. അന്ന് ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് ഒരു പ്ലേഗ് രോഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രോഗം ആകെ പടർന്ന് പിടിച്ചു. ആ രോഗം മഹാനായ അബൂബൈദ റളിയല്ലാഹുവിനെ പിടികൂടി. അത് കാരണത്താൽ ഹിജ്റ 18 ജോർഡാനിലെ ബൈസാനിൽ വെച്ച് അദ്ദേഹം വഫാത്തായി. അദ്ദേഹത്തിന്റെ വയസ്സ് 58 വയസ്സായിരുന്നു. ആ ഭാഗത്ത് ചിലപ്പോൾ നമ്മളെ പുസ്തകത്തിൽ പലപ്പോഴും ആ കാര്യം നിർദ്ദേശിക്കാറുണ്ട്. നമ്മളെ പുസ്തകത്തിൽ 85 എന്നാണ് ഉണ്ടാവുക. അത് കുട്ടികളെ തിരുത്തിയിട്ട് പിന്നെ 58 എന്ന് തന്നെ ആക്കണം ഇൻഷാ അല്ലാഹ്. അടുത്തത് ഉദാരമതി 9-ാമത്തെ അധ്യായമാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിനെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിന് മദീനയിൽ അൻസാറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ കൂട്ടുകാരന്റെ പേര് സഅദ് ബിൻ റബീൽ അൻസാരി എന്നവരാണ്. അദ്ദേഹം വലിയ സമ്പന്നനായിരുന്നു. അദ്ദേഹത്തിന് 2 ഭാര്യയും 2 തോട്ടവും ഉണ്ടായിരുന്നു. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, എനിക്ക് 2 തോട്ടമുണ്ട്, 2 ഭാര്യമാരുമുണ്ട്. അതിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടം ഏതാണ്? ആ തോട്ടം ഞാൻ നിനക്ക് നൽകാം. നിനക്ക് ഇഷ്ടപ്പെട്ട ഭാര്യ ഏതാണ്? ആ ഭാര്യയെ തൊലാക്ക് ചൊല്ലി ഞാൻ നിനക്ക് നൽകാം. അപ്പൊ അത്രക്കും ഒരു ദാനശീലനും ഒക്കെയായ ഒരു വ്യക്തിയായിരുന്നു മഹാനായ സഅദ് ബിൻ റബീൽ അൻസാരി എന്നവർ. അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്നവർ പിന്നെ വിവാഹം ചെയ്യുകയും പിന്നെ കച്ചവടമൊക്കെ ചെയ്ത് അങ്ങനെ ജീവിക്കുകയും ചെയ്തു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഇസ്ലാമിലേക്ക് ആദ്യമായി മുസ്ലിമായ 8 പേരിൽ ഒരു വ്യക്തി കൂടിയായിരുന്നു മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഉണ്ടായ എല്ലാ യുദ്ധങ്ങളിലും മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിനെ കുറിച്ച് കൂടുതൽ അങ്ങനെ മനസ്സിലാക്കണ്ട. കാരണം പിന്നെ അദ്ദേഹം പങ്കെടുക്കാത്ത ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല എന്നർത്ഥം. ഒരുവിധം ഇസ്ലാമിൽ അറിയപ്പെട്ട എല്ലാ യുദ്ധങ്ങളിലും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഹിജ്റ 32 72-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വഫാത്തായത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. അടുത്തത് പിന്നെ ഇസ്ലാമിക ഖിലാഫത്തിനെ കുറിച്ചുള്ള ഭാഗമാണ്. ഇസ്ലാമിക ഖിലാഫത്ത് 4 ഘട്ടമായി തിരിച്ചിട്ടുണ്ട്. 4 ഘട്ടം.
അതിൽ ഒന്നാമത്തത് അൽ ഖിലാഫത്തുർ റാഷിദയുടെ കാലഘട്ടമാണ്. ഖിലാഫത്തുർ റാഷിദ ഹിജ്റ 11 മുതൽ 40 വരെയാണ് അവരുടെ കാലം. ഹിജ്റ 11 മുതൽ 40 വരെയാണ് ഹിജ്റ 11 മുതൽ 40 വരെയാണ് ഖുലഫാഉർ റാഷിദീങ്ങൾ ഭരണം നടത്തിയിരുന്നത്. അതിൽ പ്രധാനമായും ഭരണം നടത്തിയത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എന്നിവരാണ്. അവരുടെ ഭരണം നടക്കുന്ന സമയത്ത് അവരുടെ ഭരണ തലസ്ഥാനം അന്ന് മദീനയായിരുന്നു. എന്നാൽ ഹിജ്റ 36 ശേഷം അത് പിന്നെ ഹിജ്റ 36 ഒരു ജമൽ യുദ്ധം എന്ന് പറഞ്ഞൊരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു ആ തലസ്ഥാനം കൂഫയിലേക്ക് മാറ്റുകയുണ്ടായി. അതുകൂടി ആ ഭാഗം മനസ്സിലാക്കണം. പിന്നെ ഇസ്ലാമിക ഖിലാഫത്ത് 4 ഘട്ടമായിട്ട് തിരിച്ചു. അതിൽ ഒന്നാമത്തെ ഘട്ടം ഖിലാഫത്തുർ റാഷിദയുടെ കാലഘട്ടമാണ്. അത് ഹിജ്റ 11 മുതൽ 40 വരെയാണ്. രണ്ടാമത്തെ വിഭാഗം അമവിയ ഖിലാഫത്തിന്റെ ഘട്ടമാണ്. അമവിയ ഖിലാഫത്ത് അത് ഹിജ്റ 41 മുതൽ 132 വരെയാണ്. 132 വരെയാണ് പിന്നെ അമവിയാക്കളുടെ ഭരണമുണ്ടായത്. ഹിജ്റ 41 മുതൽ 132 വരെ. ഈ ഘട്ടത്തിലെ ഭരണാധികാരികളെല്ലാം ബനു ഉമയ്യ കുടുംബങ്ങളായതുകൊണ്ടാണ് അവർക്ക് പിന്നെ അമവിയാക്കൾ എന്ന് പറയാനുണ്ടായ കാരണം. അപ്പൊ അമവിയാക്കൾ എന്നാൽ ബനു ഉമയ്യ കുടുംബത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് അവർക്ക് അമവികൾ എന്ന് പറയുന്നു എന്നർത്ഥം. മൊത്തം 14 ഖലീഫമാരാണ് അമവിയ ഭരണകൂടത്തിൽ ഭരണം നടത്തിയിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചില ആളുകളുടെ പേര് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് മുആവിയത്ത് ബിൻ അബി സുഫിയാൻ, 2 ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, 3 അബ്ദുൽ മലിക് ബിൻ മർവാൻ തുടങ്ങിയവർ അമവിയ ഭരണാധികാരികളുടെ കൂട്ടത്തിൽ വളരെ പ്രഗത്ഭരായ ചില വ്യക്തികളായിരുന്നു. അമവിയാക്കളുടെ ഭരണ തലസ്ഥാനം ഡമസ്കസ് ആയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പിന്നെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഭരണ തലസ്ഥാനം അത് മദീനയായിരുന്നു. അത് പിന്നെ ഹിജ്റ 36 ശേഷം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ തലസ്ഥാനം കൂഫയിലേക്ക് മാറ്റി. പിന്നെ അമവിയാക്കളുടെ ഭരണകാലത്ത് അവരുടെ തലസ്ഥാനം ഡമസ്കസ് ആയിരുന്നു. അടുത്തത് മൂന്നാമത്തെ ഘട്ടമാണ്. മൂന്നാമത്തെ ഘട്ടം അബ്ബാസിയ ഖിലാഫത്തിന്റെ കാലഘട്ടമാണ്. അത് ഹിജ്റ 132 മുതൽ 656 വരെയാണ്. 132 മുതൽ 656 വരെയാണ്. എന്നാൽ ഈജിപ്തിൽ അവരുടെ അധികാരം പിന്നെയും തുടർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവിന്റെ സഹോദരനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലുള്ളവരാണ് അബ്ബാസി ഖലീഫമാർ. അപ്പൊ അബ്ബാസിയാക്കൾ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരക്കാണ് അബ്ബാസിയാക്കൾ എന്ന് പറയുക. നമ്മൾ നേരത്തെ പറഞ്ഞു അമവികൾ എന്നാൽ ബനു ഉമയ്യ കുടുംബത്തിൽപ്പെട്ട ഭരണാധികാരികൾക്ക് അമവിയാക്കൾ എന്നും, അബ്ബാസിയാക്കൾ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരക്ക് അബ്ബാസിയാക്കൾ എന്നും പറയുന്നു. അവരുടെ അബ്ബാസിയാക്കളുടെ ഭരണകാലഘട്ടം ഹിജ്റ 132 മുതൽ 656 വരെയായിരുന്നു. നാലാമത്തെ ഘട്ടം ഉസ്മാനിയ ഖിലാഫത്തിന്റെ കാലഘട്ടമാണ്. ഹിജ്റ 699 മുതൽ 1342 വരെ. നമ്മൾ നേരത്തെ പറഞ്ഞ അബ്ബാസിയ ഖിലാഫത്തിന്റെ കാലഘട്ടം ഹിജ്റ 132 മുതൽ 656 വരെയാണ്. 656 വരെ. ഇപ്പൊ നാലാമത്തെ കാലഘട്ടം ഉസ്മാനിയ ഖിലാഫത്തിന്റെ കാലഘട്ടമാണ്. അത് ഹിജ്റ 699 മുതലാണ്. 699 മുതലാണ് ആരംഭിക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. 656 നമ്മുടെ അബ്ബാസിയ ഖിലാഫത്തിന്റെ കാലഘട്ടം അവസാനിക്കുന്നത്. അതിനുശേഷം പിന്നെ ഇവര് ഭരണം തുടങ്ങുന്നത് 699 അതിന് കാരണം നേരത്തെ തന്നെ അവിടെ പറഞ്ഞു, ഈജിപ്തിന്റെ ചില ഭാഗങ്ങളിലൊക്കെ പിന്നെ മൂന്നാമത്തെ
കാലഘട്ടത്തിൽ ഭരണം നടത്തിയിരുന്ന അബ്ബാസിയാക്കൾ ഭരണം നടത്തിയിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവാനുണ്ടായ കാരണം. തുർക്കി വംശജരായ ഖലീഫമാർ ആയിരുന്നു അവർ. ഉസ്മാനിയ ഖിലാഫത്തിൽ ഭരണം നടത്തിയിരുന്നത് തുർക്കി വംശജരായ ഖലീഫമാർ ആയിരുന്നു. ഈ 4 ഭരണകൂടങ്ങൾക്കും പുറമെ ഒന്നുകൂടി പറയാം, പിന്നെ ഖിലാഫത്തുർ റാഷിദ, അമവിയ, അബ്ബാസിയ, ഉസ്മാനിയ, ഈ 4 ഭരണകൂടങ്ങൾക്ക് ശേഷവും ഒരുപാട് ഭരണങ്ങൾ പിന്നെയും ഉണ്ടായിട്ടുണ്ട്. അതിൽ ചെറുതും വലുതുമായ ഒരുപാട് ഭരണകൂടങ്ങൾ പിന്നെയും ഉണ്ടായിട്ടുണ്ട്. ചില വിഭാഗത്തിന്റെ പേര് അവിടെ പറയുന്നുണ്ട്. ഒന്ന് അയ്യൂബിയ, മറ്റൊന്ന് ഫാത്തിമിയ, മറ്റൊന്ന് സെൽജൂഖിയ, മറ്റൊന്ന് ഉഹ്ഷൈദിയ, മറ്റൊന്ന് തൂലൂനിയ. ഇങ്ങനെ ചില ഭരണകൂടങ്ങളും കൂടി ഇസ്ലാമിക ഖിലാഫത്ത് ഏറ്റെടുത്തിരുന്നു. അടുത്ത അധ്യായം ഇന്ത്യയിലെ മുസ്ലിം ഭരണകൂടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ ഒരുപാട് ഭരണകൂടങ്ങൾ നിലവിൽ വന്നിട്ടുണ്ടെങ്കിലും വളരെ ശക്തമായ ഭരണം നടത്തിയിരുന്നത് മുഗൾ വംശജരാണ്. ക്രിസ്താബ്ദം 1526 ആരംഭിച്ച മുഗൾ ഭരണമാണ് ഇവയിൽ ഏറ്റവും ശക്തമായത്. നമ്മൾ പറഞ്ഞു, ഇന്ത്യയിൽ ഒരുപാട് ഭരണകൂടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മുസ്ലിം ഭരണകൂടങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തമായ ഭരണമുണ്ടായത് അത് ക്രിസ്താബ്ദം 1526 ലോഹീറുദ്ദീൻ ബാബർ ഷയാണ് ഈ ഭരണകൂടത്തിന്റെ സ്ഥാപകൻ. അവരുടെ കൂട്ടത്തിൽ അവസാനത്തെ ഭരണാധികാരി ബഹാദർ ഷായായിരുന്നു. ബഹാദർ ഷായുടെ ഭരണമായപ്പോഴേക്കും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഒരു ശക്തിയായി വളർന്നു കഴിഞ്ഞിരുന്നു. അവർക്കെതിരെ അദ്ദേഹം വമ്പിച്ച വിപ്ലവമാണ് നടത്തിയത്. പക്ഷേ അത് കാരണം അദ്ദേഹത്തെ 1857 ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ റങ്കൂണിലേക്ക് നാടുകടത്തുകയുണ്ടായി. പിന്നെ മുഗൾ ഭരണകൂടത്തിൽപ്പെട്ട ചില പ്രമുഖരായ ആളുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്ന് ഷാജഹാൻ, മറ്റൊന്ന് ഔറംഗസീബ്, മറ്റൊന്ന് ഹുമയൂൺ അക്ബർ. രാജ്യത്തിന് പല നേട്ടങ്ങളും മുഗൾ ഭരണാധികാരികൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. സ്വന്തമായി നാണയങ്ങൾ അടിച്ചിറക്കി, അതുപോലെ തപാൽ സംവിധാനങ്ങൾ നടപ്പിലാക്കി, റോഡുകൾ, പാലങ്ങൾ മുതലായവ നിർമ്മിച്ചു, ആതുരാലയങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയ ഒരുപാട് സേവനങ്ങൾ മുഗൾ ഭരണാധികാരികളുടെ ഭരണകാലത്ത് നടന്നിരുന്നു. ഇന്ത്യയിൽ മുസ്ലിം ഭരണാധികാരികളിൽ നല്ല സൂഫികളും ആലിമുകളുമായ ഒരുപാട് വ്യക്തികൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽപ്പെട്ട അറിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഔറംഗസീബ് ആലംഗീരി എന്നവർ. ഔറംഗസീബ് അദ്ദേഹം ഭരണം നടത്തിയത് 1658 മുതൽ 1707 വരെയാണ്. ഭരണകാലം 1658 മുതൽ 1707 വരെയാണ് മഹാനായ ഔറംഗസീബ് എന്നവർ ഇസ്ലാമിക ഭരണം നടത്തിയിരുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. അദ്ദേഹം സമയമായാൽ ഉടനെ നിസ്കരിക്കും, അതുപോലെ വൊളൂ മുറിയാതെ സൂക്ഷിക്കും, റമളാനിലെ രാവുകളെ തറാവീഹ് കൊണ്ട് ഹയാത്താക്കും. നല്ലൊരു പോയിന്റാണ്. ഇപ്പോ റമളാൻ ആണല്ലേ, നമ്മളൊക്കെ അതേപോലെ തറാവീഹ് കൊണ്ട് ഹയാത്താക്കുന്ന ആളുകളായി മാറണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ, ആമീൻ. പിന്നൊരു പ്രത്യേകത, എല്ലാ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ അദ്ദേഹം നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. തുടങ്ങിയ ഒരുപാട് പ്രത്യേകതകൾ. ഒന്നും കൂടി ആ പ്രത്യേകതകൾ നമുക്കൊന്നുകൂടി ചർച്ച ചെയ്യാം. ഒന്ന്, അദ്ദേഹം സമയമായ ഉടനെ നിസ്കരിക്കുമായിരുന്നു. സദാസമയവും ഒളൂലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. റമളാനിലെ രാവുകളൊക്കെ അദ്ദേഹം തറാവീഹ് കൊണ്ട് ഹയാത്താക്കിയിരുന്നു. അദ്ദേഹം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ അദ്ദേഹം നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. തുടങ്ങിയ ഒരുപാട് വ്യക്തിഗുണങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം മുസ്ഹഫ്, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എഴുതി അത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടായിരുന്നു അദ്ദേഹം ജീവിതമാർഗം നോക്കിയിരുന്നത്. അദ്ദേഹം ജീവിച്ചത് മുസ്ഹഫ് എഴുതി വിറ്റിട്ട് അത് കിട്ടുന്ന കാശാണ് അദ്ദേഹം ജീവിതമാർഗമായി കണ്ടിരുന്നത്. ലോകത്തിന് മുമ്പിൽ ഇന്ത്യയെ അടയാളപ്പെടുത്തുന്ന സ്മാരകങ്ങളിൽ മിക്കതും
മുഗൾ ഭരണാധികാരികളുടെ അധീനതയിലുള്ളതാണ്. അതിൽപ്പെട്ട ഒന്നാണ് കുത്തുബ് മിനാർ. ഇന്ത്യയുടെ തലസ്ഥാന നഗരത്തെ അടയാളപ്പെടുത്തുന്ന ഈ മിനാരം ഡൽഹി സുൽത്താനായിരുന്ന കുത്തുബുദ്ദീൻ ഐബക്ക് എന്നവർ നിർമ്മിച്ചതാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള മിനാരമാണത്. 76 മീറ്ററാണ് അതിന്റെ ഉയരം. 76 മീറ്റർ ഉയരം ഉണ്ട് കുത്തുബ് മിനാറിന്. ചില പുസ്തകങ്ങളിലൊക്കെ അത് 73, നമ്മളെ പുസ്തകത്തിൽ 76 ആയതുകൊണ്ട് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെച്ചാൽ മതി. 1193 ഈ കുത്തുബ് മിനാർ സ്ഥാപിക്കപ്പെട്ടത്. അടുത്തത് മുഗൾ ചക്രവർത്തി ഷാജഹാൻ സ്ഥാപിച്ച ഡൽഹി ചെങ്കോട്ട. ഇതേപോലെയുള്ള മറ്റൊരു ഭവനമാണ്. 1638 മുതൽ തുടങ്ങി 1648 ചെങ്കോട്ടയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഡൽഹിയിലെ ചെങ്കോട്ട, ഷാജഹാൻ നിർമ്മിച്ച ചെങ്കോട്ടയുടെ നിർമ്മാണം പൂർത്തിയായത് 1638 മുതൽ 1648 വരെയാണ്. അതേപോലെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഡൽഹി ജുമാ മസ്ജിദ് ഈ ഭരണകൂടത്തിന്റെ ഒരു പ്രത്യേകതയായി കണക്കാക്കാൻ പറ്റും. ഷാജഹാൻ ചക്രവർത്തി തന്നെയാണ് അതും നിർമ്മിച്ചത്. 10 ലക്ഷം, ആ കാലത്തുള്ള 10 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് അദ്ദേഹം ഈ ഡൽഹി ജുമാ മസ്ജിദ് നിർമ്മിച്ചത്. 25,000 പേർക്ക് ഒരേ സമയം നിസ്കരിക്കുവാൻ. 25,000 കഴിഞ്ഞ ഒരു ഹാഫ് ഇയർലി എക്സാമിൽ ചോദിച്ചൊരു ചോദ്യമാണ്. 25,000 പേർക്ക് ഒരേ സമയം നിസ്കരിക്കാനുള്ള ഒരു സൗകര്യം ഈ ഡൽഹി ജുമാ മസ്ജിദിൽ ഉണ്ട്. അടുത്തത് താജ്മഹലിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മുംതാസ് മഹലിന്റെ സ്മരണക്കായി ആഗ്രയിൽ ഷാജഹാൻ സ്ഥാപിച്ച മറ്റൊരു സ്മാരകമാണ് താജ്മഹൽ. ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ. 17 വർഷം കൊണ്ടാണ് അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അതുപോലെ മറ്റൊരു സംരംഭമാണ് ചാർമിനാർ എന്ന് പറയപ്പെടുന്നത്. 1591 മുഹമ്മദ് ഖുതുബ് ഷാ എന്ന ഭരണാധികാരിയാണ് ഇത് സ്ഥാപിച്ചത്. അടുത്തത് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം കേരളത്തിലെത്തിയ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയെക്കുറിച്ചാണ് അടുത്ത 12ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. നമുക്കറിയാം, മലബാർ, കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി മലബാർ ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരിയാണ് ചേരമാൻ പെരുമാൾ എന്നവർ. അദ്ദേഹം ചന്ദ്രൻ പിളർന്നത് തൻ്റെ കണ്ണുകളെ കൊണ്ട് കാണുകയും അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം സൈന്യത്തെ പല ഭാഗത്തേക്കും അയച്ചു. എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് അത് മക്കയിൽ മുഹമ്മദ് എന്ന പേരിലുള്ള ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മോജിസത്തായി, ഒരു അമാനുഷിക കഴിവായി കാണിച്ചു കൊടുത്തതാണെന്ന് അറിയുകയും ഉടനെ മക്കയിലേക്ക് പുറപ്പെടാൻ തീരുമാനിക്കുകയും ചെയ്തു. കുട്ടികൾക്ക് അറിയുമായിരിക്കും ആ ഭാഗം. അങ്ങനെ മക്കയിൽ ചെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ അനുയായികളെയൊക്കെ കണ്ട് അവിടെ വെച്ച് പെരുമാൾ എന്ന പേര് മാറ്റി താജുദ്ദീൻ എന്ന പേരിൽ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയും കുറച്ചു കാലം അവിടെ താമസിച്ച് തിരിച്ച് മലബാറിലേക്ക് തന്നെ മടങ്ങി വരുന്ന സമയത്ത് ളിഫാർ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം വഫാത്താവുകയും ചെയ്തു. ളിഫാർ, ആ സ്ഥലം ഓർത്തു വെക്കണം. ളിഫാർ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ഇമാം സുഹ്റവർദിയുടെ റിഹ്ലത്തുൽ മുലൂക്ക്, അലിയു തൊബരിയുടെ ഫിർദൗസുൽ ഹിക്മത്ത് ഒരു കിതാബിന്റെ പേരാണ്. അതേപോലെ കേരള പഴമ, കേരളോൽപ്പത്തി തുടങ്ങിയ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഈ ചരിത്രത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. 13ാമത്തെ അധ്യായം കേരളത്തിലെ ഇസ്ലാം വ്യാപനം. ചേരമാൻ പെരുമാളിന്റെ കൂടെ ഉണ്ടായിരുന്ന സംഘം നേരെ വന്നത് കൊടുങ്ങല്ലൂരിലേക്കായിരുന്നു. മാലിക് ബിൻ ദീനാർ, ഷറഫ് ബിൻ മാലിക്, മാലിക് ബിൻ ഹബീബ് റളിയല്ലാഹു അൻഹു എന്നിവർ ആ സംഘത്തിലുണ്ടായിരുന്നു.
അതിൽ മാലിക് ബിൻ ദീനാർ കൊടുങ്ങല്ലൂരിൽ വരികയും അവിടെ താമസമാക്കുകയും അവിടെ ഒരു പള്ളി നിർമ്മിക്കുകയും ചെയ്തു. ചേരമാൻ മസ്ജിദ് എന്ന ആ പള്ളി അത് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു കൊടുങ്ങല്ലൂരിൽ നിർമ്മിച്ച ചേരമാൻ മസ്ജിദ് ആകുന്നു. അങ്ങനെ കേരളത്തിലെ മുസ്ലിങ്ങൾ വളർന്ന് അവർക്കൊരു ഭരണകൂടം പോലും ഉണ്ടായി. കേരളത്തിലൊക്കെ ഇസ്ലാമികമായ പ്രചരണം അങ്ങനെ വളർന്ന് പന്തലിച്ച് മുസ്ലിങ്ങൾക്ക് തന്നെ ഒരു പ്രത്യേക ഒരു ഭരണകൂടം ഉണ്ടായി. ആ ഭരണകൂടമാണ് അറക്കൽ രാജകുടുംബം. അത് ഹിജ്റ 64 ആ ഭരണകൂടം നിലവിൽ വന്നത്. ചേരമാൻ പെരുമാളിന്റെ സഹോദരിയായ ശ്രീദേവിയുടെ മകൻ മുഹമ്മദ് അലി എന്നിവരാണ് ഈ രാജകുടുംബത്തിന്റെ സ്ഥാപകൻ. ചേരമാൻ പെരുമാളിന്റെ സഹോദരിയായ, നമ്മൾ നേരത്തെ പറഞ്ഞു, താജുദ്ദീൻ എന്ന പേരിൽ ഇസ്ലാം മതം സ്വീകരിച്ച അവരുടെ സഹോദരിയായ ശ്രീദേവിയുടെ മകൻ മുഹമ്മദ് അലി ആണ് ഈ അറക്കൽ രാജകുടുംബത്തിന്റെ സ്ഥാപകൻ. ആദ്യം ധർമ്മടമായിരുന്നു അവരുടെ തലസ്ഥാനം, ഭരണ തലസ്ഥാനം. പിന്നീട് അത് കണ്ണൂരിലേക്ക് മാറ്റി. ഇൻഷാ അല്ലാഹ് അടുത്ത പാഠത്ത് കിടക്കാം. പാഠം 14, ഉലമാക്കളും പ്രബോധകരും. നമ്മൾ പറഞ്ഞു കേരളത്തില് ഇസ്ലാമിന്റെ വ്യാപനം അതിവേഗം വളർന്നിട്ടുണ്ട്. കേരളത്തില് ഇസ്ലാം അതിശക്തമായി പെട്ടെന്ന് വളർന്ന് പന്തലിച്ചിട്ടുണ്ട്. അതിന് പ്രധാനമായും 2 കാരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒന്ന് ഇസ്ലാമിക ആദർശത്തിന്റെ വിശുദ്ധിയാണ്. നമ്മളൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രത്യേകമാക്കപ്പെട്ട വിശുദ്ധിയാണ് കേരളത്തിൽ ഇസ്ലാം പെട്ടെന്ന് വളർന്ന് പന്തലിക്കാനുണ്ടായ കാരണം. രണ്ടാമത്തെ കാരണം പറയുന്നത് ഇസ്ലാം മതപ്രബോധകന്മാരുടെ മാതൃകാപരമായ ജീവിതമായിരുന്നു. ഇസ്ലാമിക മതത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന പ്രബോധകന്മാർ, മതപണ്ഡിതന്മാർ, അവർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു കൊടുത്ത അതേ ജീവിത ശൈലി മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു. അത് കണ്ടുകൊണ്ടാണ് കേരളത്തിലുള്ള ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് പെട്ടെന്ന് വന്ന് ഇസ്ലാം വ്യാപിക്കാനുണ്ടായ കാരണം. ആ 2 കാരണങ്ങളും പ്രത്യേകം മനസ്സിലാക്കി വെക്കണം. അത് കാരണമായി ഹിജ്റ 700 ആയപ്പോഴേക്കും ഒരുപാട് നാടുകൾ, നമ്മളെ കേരളത്തിലുള്ള ഒരുപാട് നാടുകൾ ഇസ്ലാമിന്റെ അധീനതയിൽ വന്നു. നമ്മുടെ വിളിപ്പാട് അകലെയുള്ള നമ്മുടെ പരപ്പനങ്ങാടി, താനൂര്, തിരൂരങ്ങാടി പ്രദേശങ്ങളൊക്കെ അതൊക്കെ പാഠത്തിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇസ്ലാമിന്റെ അധീനതയിൽ വന്നു. ഇത് സ്വഹാബത്തിന് ശേഷം വന്ന താബികളിലും അവരുടെ ശേഷമുണ്ടായ താബികളിലൊക്കെ ഈ ഒരു പ്രവണത തുടർന്നു. അങ്ങനെ കേരളത്തിൽ ഒരുപാട് മത പ്രബോധനം നടത്താൻ വേണ്ടി ഒരുപാട് ആലിമുകളും ഉലമാക്കളും ഒക്കെ വന്നു. ആ കൂട്ടത്തിലുള്ള ഒരു വിഭാഗത്തിനെ കുറിച്ചാണ് ഞാൻ അടുത്ത അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ. മഖ്ദൂമാരെ നമുക്കറിയാം, കേരളത്തിൽ പരിശുദ്ധ ദീൻ നിലനിർത്തുവാനും അത് പ്രചരിപ്പിക്കുവാനും വേണ്ടി വലിയ സേവനങ്ങൾ ചെയ്ത ഒരു വിഭാഗമാണ് മഖ്ദൂം കുടുംബം. ഇവരുടെ കുടുംബം യമനിൽ നിന്നാണ് വന്നത്. യമനിലെ മാബറിൽ നിന്നും വന്ന അഷേഖ് അലി ഇബ്നു അഹ്മദുൽ മാബരി എന്നവരാണ് മഖ്ദൂം കുടുംബത്തിന്റെ പിതാവ്. അദ്ദേഹത്തിന്റെ മകനായ മഖ്ദൂം ഒന്നാമൻ എന്നറിയപ്പെടുന്ന അഷേഖ് സൈനുദ്ദീൻ അബു യഹ്യ. അപ്പോ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമന്റെ പേര് അഷേഖ് സൈനുദ്ദീൻ അബു യഹ്യ എന്നാണ്. ഹിജ്റ 873 അഥവാ ക്രിസ്താബ്ദം 1468 കൊച്ചിയിലാണ് അദ്ദേഹം ജനിച്ചത്. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമന്റെ പേര് അവിടെ സംശയം ഉണ്ടാവാറുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം 1, 2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും ചിലപ്പം ചില കുട്ടികൾക്ക്. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമന്റെ പേര് ഷെയ്ഖ് സൈനുദ്ദീൻ അബു യഹ്യ എന്നാണ്. അദ്ദേഹം ഹിജ്റ 9-ാം നൂറ്റാണ്ട് കണ്ട ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു അറിയപ്പെട്ട ഒരു പണ്ഡിതനായി അദ്ദേഹം മാറി. പൊന്നാനിയിലെ വലിയ പള്ളി നമ്മൾ ഇന്നും പോയാലും ആ പള്ളി കാണാൻ കഴിയും. ആ പള്ളി സ്ഥാപിച്ചത് അദ്ദേഹമാണ്. അവിടെ അദ്ദേഹം വഫാത്ത് വരെ ദർസ് നടത്തുകയും ചെയ്തു. ഹിജ്റ 928
അഥവാ ക്രിസ്താബ്ദം 1521 അദ്ദേഹം വഫാത്തായത്. പൊന്നാനിയുടെ പൊന്നാനി വലിയ ജുമാത്ത് പള്ളിയുടെ ചാരത്താണ് അദ്ദേഹത്തിന്റെ ഖബറുള്ളത്. നിരവധി കിതാബുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മുർഷിദു തുല്ലാബ്, സിറാജുൽ ഖുലൂബ്, ഷംസുൽ ഹുദ, കിതാബുൽ അദ്കിയാ, ഇർഷാദുൽ ഖാസിദീൻ, തഹ്രീറുൽ ഈമാൻ, കിഫായത്തുൽ ഫറായിദ്, അതേപോലെ കിതാബു സ്വഫ മിന ഷിഫ, തസ്ഹീലുൽ കാഫിയ തുടങ്ങിയ നിരവധി കിതാബുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഈ കിതാബുകളെ അദ്ദേഹം രചിച്ച കിതാബുകളെ പേര് ഓരോ വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഉസ്താദുമാര്, അവരുടെ ശിഷ്യന്മാര്, അവരുടെ അവർ ജനിച്ച വർഷം, അവർ വഫാത്തായ വർഷം, അവർ വഫാത്തായ സ്ഥലം, അവരുടെ മക്ബറ എവിടെയാണുള്ളത് എന്നുള്ളതൊക്കെ ഓരോ പാഠഭാഗത്തിൽ നിന്നും പ്രത്യേകം മനസ്സിലാക്കേണ്ട ഭാഗങ്ങളാണ്. പൊന്നാനിയെ നമുക്കറിയാം, പൊന്നാനിയിലെ ദർസ് മുസ്ലിം ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒന്നായിരുന്നു. അതിന് കാരണം മിസർ, സിറിയ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ അവിടേക്ക് പഠിക്കാൻ വേണ്ടി വന്നിരുന്നു. വലിയ ഉലമാക്കൾ പൊന്നാനിയിൽ ദർസ് നടത്തിയിരുന്നു. പ്രമുഖ പണ്ഡിതനായിരുന്ന ഷിഹാബുദ്ദീൻ അഹമ്മദ് ബിൻ ഹജർ അൽ ഹൈതമി റഹ്മഹുല്ലാഹു അലൈഹി അവരിൽ ഒരാളാണ്. അതുകൊണ്ടാണ് പൊന്നാനി നമ്മുടെ മലബാറിന്റെ മക്ക എന്ന പേരിൽ അറിയപ്പെടാനുണ്ടായ കാരണം. ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാർ പൊന്നാനിയിലെ ആദ്യകാലങ്ങളിലൊക്കെ ദർസ് നടത്തിയിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നു. അടുത്തത് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനെ കുറിച്ചുള്ള ചർച്ചയാണ്. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമന്റെ പേര് ഷെയ്ഖ് സൈനുദ്ദീൻ അബു യഹ്യ. സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്റെ പേര് ഷെയ്ഖ് അഹ്മദ് സൈനുദ്ദീൻ എന്നാണ്. നമുക്കറിയാം, ഷാഫി മദ്ഹബിലെ നമ്മളൊക്കെ അടിസ്ഥാനമാക്കി എടുക്കുന്ന ഫിഖ്ഹിലെ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് ഫത്തുഹുൽ മുഈൻ എന്ന ഗ്രന്ഥം. കേരള ചരിത്രം വളരെ വിശാലമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥം. ഈ രണ്ട് ഗ്രന്ഥങ്ങളുടെയും രചയിതാവ് മഹാനായ ഷെയ്ഖ് അഹ്മദ് സൈനുദ്ദീൻ എന്ന സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനാണ്. നല്ല മനസ്സിലാക്കി വെക്കണം. ഷെയ്ഖ് അഹ്മദ് സൈനുദ്ദീൻ എന്നാണ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്റെ പേര്. ഈ പ്രശസ്തമായ രണ്ട് കിതാബുകളും രചിച്ചത് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനാണ്. ഒന്നാം മഖ്ദൂമിന്റെ മകൻ മുഹമ്മദുൽ ഗസാലി എന്നവരുടെ മകനാണ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ. അപ്പോ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമന്റെ പേരക്കുട്ടിയാണ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനായ അഹമ്മദ് സൈനുദ്ദീൻ എന്നവർ. ഹിജ്റ 938 ക്രിസ്താബ്ദം 1532 മാഹിക്കടുത്ത് ചോമ്പാലയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് നേരത്തെ പറഞ്ഞു, മുഹമ്മദ് ഗസാലി എന്നാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര്. പിതാവിൽ നിന്നും പിതൃവ്യനായ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഒരുപാട് മതപരമായ അറിവുകളൊക്കെ കരസ്ഥമാക്കി. അങ്ങനെ അദ്ദേഹം പിന്നീട് ഹജ്ജിനായി മക്കയിലേക്ക് പോവുകയും അവിടെ 10 വർഷം അവിടെ താമസിക്കുകയും ചെയ്തു. 10 വർഷം അദ്ദേഹം അവിടെ പോയി അവിടെ താമസിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പണ്ഡിതന്മാരിൽ നിന്നും അറിവുകൾ കരസ്ഥമാക്കി. അങ്ങനെ മക്കയിൽ നിന്നും അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷവും ഒരു 36 വർഷം അദ്ദേഹം വീണ്ടും പൊന്നാനിയിൽ തന്നെ ദർസ് നടത്തി. ആ ദർസ് നടത്തിയ കാലത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫത്തുഹുൽ മുഈൻ അദ്ദേഹം രചിച്ചത്. ഹിജ്റ 991 ക്രിസ്താബ്ദം 1583 അദ്ദേഹം ചോമ്പാലയിൽ വെച്ച് വഫാത്തായി. അവിടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഖബറുമുള്ളത്. അടുത്തത് 17ാമത്തെ പാഠം. നമുക്കറിയാം, ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി മൗലവി ദവീല ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് നമ്മളെ മമ്പുറന്തങ്ങളെ കുറിച്ചുള്ള ഒരു ചെറു വിവരണമാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ആത്മീയ നേതാവും സാമൂഹ്യ പരിഷ്കർത്താവും കൂടിയായിരുന്നു മഹാനായ യമനിലെ തെരീം എന്ന സ്ഥലത്ത് ഹിജ്റ 1166 മഹാനായ മമ്പുറന്തങ്ങൾ ജനിച്ചത്. പിതാവിന്റെ പേര് മുഹമ്മദ് സഹിൽ എന്നും മാതാവിന്റെ പേര് ഫാത്തിമ എന്നുമാണ്. പിതാവിന്റെ പേര് മുഹമ്മദ് സഹിൽ, മാതാവിന്റെ പേര് ഫാത്തിമ എന്നുമാണ്. അദ്ദേഹം തന്റെ അമ്മാവനായ
ഷെയ്ഖുൽ ജിഫ്രി എന്നവരെ കാണാൻ വേണ്ടി 17-ാം വയസ്സിൽ കോഴിക്കോട് വന്നു. അവിടെ കുറച്ചു കാലം താമസിച്ചു. അതിനുശേഷം അദ്ദേഹം നമ്മുടെ വിളിപ്പാട് അകലെയുള്ള മമ്പുറത്തേക്ക് വന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മറ്റൊരു അമ്മാവനായ ഹസൻ ജിഫ്രിയുടെ മകൾ ഫാത്തിമ ബീവിയെ വിവാഹം ചെയ്യുകയും നമ്മുടെ മമ്പുറത്ത് തന്നെ താമസമാക്കുകയും ചെയ്തു. മഖ്ദൂമുമാരെ പോലെ തന്നെ കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിൽ വലിയ പങ്കു വഹിച്ച ഒരു വിഭാഗമാണ് നമ്മുടെ ജിഫ്രി കുടുംബവും. ഹിജ്റ 1200 ഒരുപാട് കറാമത്തുകൾ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്, അമൃതങ്ങൾ. ഹിജ്റ 1260 മുഹറം 7-ാം തീയതി ഞായറാഴ്ച ദിവസം മമ്പുറം വഫാത്തായി. മമ്പുറത്ത് തന്നെയാണ് അദ്ദേഹത്തെ മറവ് ചെയ്തത്. അടുത്ത അധ്യായം ഖാദി മുഹമ്മദ് എന്നവരെ കുറിച്ചാണ്. നമുക്കറിയാം, മുഹിയുദ്ദീൻ മാല രചിച്ചത് അദ്ദേഹമാണ്. ഖാദി മുഹമ്മദ് കേരളത്തിലെ ഇസ്ലാമികമായ വളർച്ചയ്ക്ക് നേതൃത്വം നൽകിയ, ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരു വിഭാഗമാണ് മഖ്ദൂം കുടുംബം എന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. ഇതുപോലെ നേതൃത്വം നൽകിയ മറ്റൊരു വിഭാഗമാണ് കോഴിക്കോട് ഖാദിമാർ. ഹിജ്റ 10-11 നൂറ്റാണ്ടുകളിൽ പൊന്നാനിയെ പോലെ തന്നെ മറ്റൊരു മുസ്ലിം കേന്ദ്രമായിരുന്നു കോഴിക്കോട്. അവിടുത്തെ വലിയ പണ്ഡിതനും സാഹിത്യകാരനുമായിരുന്നു നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഖാദി മുഹമ്മദ് എന്ന് പറയപ്പെടുന്ന വ്യക്തി. മുഹിയുദ്ദീൻ മാലക്ക് പുറമെ അദ്ദുറത്തുൽ ഫസീഹ ഫി വാദിബൻ നസീഹ, മഖാസിദുൻ നിക്കാഹ്, അയ്യുഹും ഇലൈക്കും അയ്യുഹൽ ഇഖ്വാൻ, മുൻതഖബാത്തുൽ ഫറായിദ് തുടങ്ങിയ ഒരുപാട് അറബി കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മാത്രമല്ല ഫതുഹുൽ മുബീൻ എന്ന ഒരു കവിതയും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഹിജ്റ 1025 കോഴിക്കോട് വെച്ചാണ് അദ്ദേഹം വഫാത്തായത്. കോഴിക്കോട് കുറ്റിച്ചിറ പള്ളിക്കടുത്തായിട്ടാണ് മഹാനവറുകളെ മറവ് ചെയ്തത്. അടുത്തത് 19-ാമത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് വെളിയങ്കോട് ഉമർ ഖാദിയെ കുറിച്ചാണ്. നമുക്കറിയാം, നികുതി നിഷേധവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് അധിനിവേശം നടത്തിയ ഒരു വ്യക്തിയാണ് മഹാനായ ഉമർ ഖാദി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ്. അദ്ദേഹം മമ്പുറം തങ്ങളുടെ ശിഷ്യനായിരുന്നു. അലി ഫാത്തിമ ദമ്പതികളുടെ മകനായി ഹിജ്റ 1179 തങ്ങളുടെ ഉമ്മയുടെ നാടായ വെളിയങ്കോടായിരുന്നു മഹാനവർകൾ ജനിച്ചത്. ഉമ്മയുടെ നാടായ വെളിയങ്കോട് ഹിജ്റ 1179 ഉമർ ഖാദി ജനിച്ചത്. ഉപ്പയുടെ പേര് അലി എന്നും ഉമ്മയുടെ പേര് ഫാത്തിമ എന്നുമാണ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളായ ഫാത്തിമ ബീവിയും മരുമകനായ അലി റളിയല്ലാഹു അൻഹുമല്ല. ഇത് ഉമർ ഖാദിയുടെ ഉപ്പയെയും ഉമ്മയെയും കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തത്. അറബി ഭാഷയിലുള്ള ധാരാളം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. സ്വല്ലലിലാഹി എന്ന മനോഹരമായ പ്രവാചകനെ കുറിച്ചുള്ള ഒരു മദ്ഹ് കാവ്യം അദ്ദേഹം രചിച്ചതാണ്. അതുപോലെ നഫായസു ദുറർ, മഖാസിദുൻ നിക്കാഹ്, ഉസൂലു ദബ്ഹ് തുടങ്ങിയ കിതാബുകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഹിജ്റ 1275 അദ്ദേഹം വഫാത്തായി. വെളിയങ്കോട് വലിയ ജുമാത്ത് പള്ളിയുടെ ചാരത്ത് തന്നെയാണ് അദ്ദേഹത്തെ മറവ് ചെയ്തതും. അടുത്തത് 20-ാമത്തെ അധ്യായം സമസ്ത കേരള ജമിയത്തുൽ ഉലമ. കേരളത്തിൽ ഇസ്ലാമികമായി വളരെ ഇസ്ലാമിക പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചാലക ശക്തിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. നമുക്കറിയാം, കേരളത്തിലെ മുസ്ലിങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ മുറുകെ പിടിച്ച് മുൻഗാമികളുടെ പാത വക്രതയില്ലാതെ കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നവരായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സ്വാതന്ത്ര്യ സമരത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന ചില മുസ്ലിങ്ങൾക്ക് അവരിൽ നിന്ന് അതികഠിനമായ ചില പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. ബ്രിട്ടീഷുകാരുടെ ആക്രമണം ശക്തമായപ്പോൾ ചില ആളുകളൊക്കെ അവരെ കണ്ട് പേടിച്ചോടി. ചില ആളുകളെ ബ്രിട്ടീഷുകാർ കൊല ചെയ്യപ്പെട്ടു. ചില ആളുകൾ ജയിലിൽ അടക്കപ്പെട്ടു. ചിലർ
അവരെ കാണാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ ഓടി ഒളിച്ചു. അങ്ങനെ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം മുറുകെ പിടിച്ച് ജീവിച്ചിരുന്ന ആളുകളുടെയൊക്കെ ആ ഒരു ശക്തി ക്ഷയിച്ചു പറ്റ ഇല്ലാതെയായി. അവരിൽ ബ്രിട്ടീഷുകാരെ പേടിച്ച് പല കേന്ദ്രങ്ങളും ഒളിച്ചിരുന്ന ആളുകൾ പുത്തനാശയക്കാരുടെ ചില ലേഖനങ്ങളും പുസ്തകങ്ങളൊക്കെ വായിച്ച് മുസ്ലിങ്ങൾ അധികവും ശിർക്കിലും ബിദ്അത്തിലും വഴികേടിലുമാണെന്ന് അവർ വാദിക്കുകയും ചെയ്തു. മദ്ഹബുകൾ തള്ളപ്പെടേണ്ടതാണെന്നും ഓരോരുത്തർക്കും മതവിധികൾ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും കണ്ടെത്താമെന്നും അവർ വാദിച്ചു. അങ്ങനെ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു ഭിന്നത ഉടലെടുത്തു. മുസ്ലിങ്ങൾ രണ്ടായി തിരിഞ്ഞു. ഇവർ വന്നിട്ട് ഇസ്ലാമിലുണ്ടായിരുന്ന പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് നടത്തിയിരുന്ന ഒരുപാട് നന്മകളെല്ലാം അത് ശിർക്കും ബിദ്അത്തുമാണെന്ന് അവർ വാദിച്ചു. അങ്ങനെ ആ ഒരു സമയത്താണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയ്ക്ക് രൂപം നൽകുന്നത്. ഒരുപാട് പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി 1925 ആ ഉലമ സംഘടനക്ക് രൂപം നൽകിയത്. അത് 1926 ഒന്നും കൂടി വിപുലമാക്കി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന നാമകരണം ചെയ്യുകയും ചെയ്തു. വരക്കൽ മുല്ലക്കോയ തങ്ങളായിരുന്നു അതിന്റെ സ്ഥാപക പ്രസിഡന്റ്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി എന്ന വരക്കൽ മുല്ലക്കോയ തങ്ങളാണ് അതിന്റെ സ്ഥാപക പ്രസിഡന്റ്. മുഖ്ലിസുകളായ 40 ആലിമുകളായിരുന്നു ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. വളരെ നിഷ്കളങ്കരായ കറകളഞ്ഞ വ്യക്തിത്വത്തിന്റെ ഉടമകളായ 40 പണ്ഡിതന്മാരായിരുന്നു ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. ആ ജംഇയ്യത്തിന്റെ പേര് മുഷാവറ എന്നാണ്. അത് നോട്ട് ചെയ്ത് വെക്കണം. അത് കുറച്ച് മുമ്പ് 2 വർഷം മുമ്പ് നമ്മളൊരു പബ്ലിക് എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കുട്ടികളെ നോട്ട് ചെയ്ത് വെക്കണം. മുഷാവറ എന്നാണ് ആ 40 ആളുകൾ കൂടിയ ആ ഒരു ജംഇയ്യത്തിന്റെ പേര്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അബുൽ ഹക്ക് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ മുതലായവർ അതിലെ പ്രധാനപ്പെട്ട ചിലരാകുന്നു. അഹമ്മദ് കോയ ഷാലിയാത്തി, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ എന്നിവർ ഉപദേഷ്ടാക്കളായിരുന്നു. അഡ്വൈസറി ബോർഡ് വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു മഹാനായ അഹമ്മദ് കോയ ഷാലിയാത്തി എന്നവരും അതുപോലെ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ എന്നവരും. വളരെ വേഗത്തിലാണ് നമ്മളെ പാഠങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറഞ്ഞ സമയമായതുകൊണ്ട് പരമാവധി സ്പീഡിൽ എടുത്തു തീർക്കുകയാണ്. കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കണം. അവസാനത്തെ പാഠഭാഗം ഈ ഭാഗത്തു നിന്നൊക്കെ ആയിരിക്കും നമ്മളെ പരീക്ഷയ്ക്ക് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുക. കുട്ടികൾ നല്ല ശ്രദ്ധിച്ച് പഠിക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കുറിച്ച് പരിചയപ്പെടുത്തി. ഞാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ സേവനം ചെയ്ത, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്ത ചില പണ്ഡിതന്മാരെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ആദ്യം പറയുന്നത് വരക്കൽ മുല്ലക്കോയ തങ്ങളെ കുറിച്ചാണ്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 11ാം പേരമകനായ അലവി ഇബ്നു ഉബൈദില്ല എന്നവരുടെ കുടുംബ പരമ്പരയാണ് ബാലവി കുടുംബം. ഒന്നുകൂടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 11ാം പേരമകനായ അലവി ഇബ്നു ഉബൈദില്ല എന്നവരുടെ കുടുംബ പരമ്പരയാണ് ബാലവി കുടുംബം. ഈ കുടുംബത്തിൽ മുഹമ്മദ് ബിനു അഹ്മദ് ബാലവി എന്നവരുടെ മകനായി ക്രിസ്താബ്ദം 1840 വരക്കൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയ തങ്ങൾ ജനിച്ചു. മുല്ലക്കോയ തങ്ങളുടെ ശരിക്കുള്ള പേര് സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി എന്നാകുന്നു. ഇൽമും തെഖ്വയും ഒത്തുചേർന്ന അദ്ദേഹം അറക്കൽ അലി രാജയുടെ ഉപദേഷ്ടാവായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു. ചേരമാൻ പെരുമാളിന്റെ സഹോദരിയായ ശ്രീദേവിയുടെ മകൻ മുഹമ്മദ് അലി എന്നവർ അവരുടെ കീഴിൽ ഒരു ഭരണകൂടം നിലവിൽ വന്നിരുന്നു, അറക്കൽ രാജകുടുംബം എന്ന് പറഞ്ഞിട്ട്.
ആ കുടുംബത്തിന് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നൽകിയ ഒരു വ്യക്തിയായിരുന്നു മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. മതപരമായ വിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോ ഒരു ബഹുഭാഷാ പണ്ഡിതൻ കൂടിയായിരുന്നു മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ. മഖ്ദൂം രണ്ടാമൻ രചിച്ച, നമ്മൾ നേരത്തെ പറഞ്ഞ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ രചിച്ച തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്നൊരു ഗ്രന്ഥം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അത് പിന്നെ കേരളത്തിലെ ചരിത്രത്തിനെ കുറിച്ച് വളരെ വിശാലമായി പറയപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഈ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്തു മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ. 1932 വഫാത്തായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ കോഴിക്കോട് പുതിയങ്ങാടി വരക്കൽ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഇനി അടുത്തത് പറയുന്നത് ശിഹാബുദ്ദീൻ ഷാലിയാത്തി എന്നവരെ കുറിച്ചാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു അബു സഅദാത്ത് അഹമ്മദ് കോയ ഷാലിയാത്തി. പിന്നെ അബു സഅദാത്ത് എന്ന പേരിലാണ് അഹമ്മദ് കോയ ഷാലിയാത്തി എന്നവർ അറിയപ്പെടുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കണം. അഹമ്മദ് കോയ ഷാലിയാത്തി എന്നവർ അബു സഅദാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നു. അല്ലാമ ഇമാദുദ്ദീൻ അലി എന്നവരുടെ മകനായി. അല്ലാമ ഇമാദുദ്ദീൻ അലി എന്നാണ് അഹമ്മദ് കോയ ഷാലിയാത്തി എന്നവരുടെ പിതാവിന്റെ പേര്. ഹിജ്റ 1302 അദ്ദേഹം ജനിച്ചത്. ചാലിയത്ത് തന്നെയാണ്, ഷാലിയാത്തി എന്ന് പറഞ്ഞാൽ ചാലിയം എന്നർത്ഥം. ചാലിയത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജനനം. പിന്നെ ഒരുപാട് കിതാബുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്, ഒരുപാട് കിതാബുകൾ. പിന്നെ ഏകദേശം 100-ൽ പരം കിതാബുകൾ അദ്ദേഹം രചിച്ചു എന്നൊക്കെ നമുക്ക് കിതാബിൽ നോക്കിയാൽ കാണാൻ പറ്റും. അതിൽ പ്രകാശിതവും പ്രകാശിതമല്ലാത്തതുമായ ഒരുപാട് കിതാബുകളുണ്ട്. പിന്നെ അവയെല്ലാം ദാറുൽ ഇഫ്തായിൽ അസ്ഹരിയയിൽ, ചാലിയത്തുള്ള ദാറുൽ ഇഫ്തായിൽ അസ്ഹരിയയിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഹിജ്റ 1374 അദ്ദേഹം ചാലിയത്ത് വെച്ച് തന്നെ വഫാത്തായി. അടുത്തത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ കുറിച്ചുള്ള ചർച്ചയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദ്യത്തെ ഉപാധ്യക്ഷനായിരുന്നു അദ്ദേഹം. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദ്യകാലത്ത് ഉപാധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ വൈസ് പ്രസിഡന്റ്. മുല്ലക്കോയ തങ്ങൾക്ക് ശേഷം അധ്യക്ഷനുമായിരുന്നു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അപ്പോ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വഫാത്തിന് ശേഷം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആയത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ആണ്. 1305 മലപ്പുറം ജില്ലയിലെ പാങ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. പാങ്. പുത്തനാശയക്കാരെ പ്രതിരോധിക്കുന്നതിലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും അദ്ദേഹം വലിയ സേവനങ്ങൾ ചെയ്യുകയുണ്ടായി. ഖിലാഫത്ത് പ്രസ്ഥാനം, സ്വാതന്ത്ര്യ സമരം തുടങ്ങിയ സാമൂഹ്യ മേഖലകളിലും അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. പാങ് വലിയ ജുമാഅത്ത് പള്ളിയുടെ ചാരത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മക്ബറയുള്ളത്. അടുത്തത് അബുൽ ഹഖ് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാരെ കുറിച്ചാണ്. അബു സഅദാത്തി എന്നാണ് അഹമ്മദ് കോയ ഷാലിയാത്തി എന്നവരുടെ സ്ഥാനപ്പേര്. അബുൽ ഹഖ് എന്നാണ് വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരുടെ സ്ഥാനപ്പേര്. ആദ്യത്തെ 20 വർഷം സമസ്തയുടെ വൈസ് പ്രസിഡന്റും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ വഫാത്തിന് ശേഷം സമസ്തയുടെ പ്രസിഡന്റുമായിരുന്നു വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ ജനനം ഹിജ്റ 1298 വാളക്കുളത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജനനം. വലിയ സമ്പന്നനായിരുന്നു അദ്ദേഹം. തന്റെ സ്വത്തെല്ലാം അദ്ദേഹം ദീനിനു വേണ്ടി ചെലവഴിച്ചു. മുത്തഫരിദ്, മങ്കൂസ്, ഷഫീഉൽ മുശഫഈ, സിഹാഹു ശൈഖൈനി, ജംഉൽ ബാരി തുടങ്ങിയ ഒരുപാട് കിതാബുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇവയിൽ ചില കിതാബുകളൊക്കെ പിന്നെ അദ്ദേഹത്തെ മറവ് ചെയ്തതായ ആ പള്ളിയോട് ചേർന്ന് തന്നെ ഒരു പിന്നെ ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിൽ ചില കിതാബുകളൊക്കെ അവിടെ പോയാൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ
സമസ്ത പുറത്തിറക്കിയിരുന്ന അൽ ബയാൻ മാസികയുടെ ഒരു പത്രാധിപന് കൂടിയായിരുന്നു മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ. ഹിജ്റ 1385 ജമാദുൽ ഊല 2 അദ്ദേഹം വഫാത്തായി. വാളക്കുളത്തെ അദ്ദേഹം നിർമ്മിച്ച ഒരു പള്ളിയുണ്ട്, മസ്ജിദുൽ ബാരി എന്ന് തന്നെയാണ് ആ പള്ളിയുടെ പേര്. അവിടെ തന്നെയാണ് അദ്ദേഹത്തെ മറവ് ചെയ്തതും. അടുത്തത് മൗലാന കുത്തുബി മുഹമ്മദ് മുസ്ലിയാരെ കുറിച്ചുള്ള ഒരു ഭാഗമാണ്. മലപ്പുറം ജില്ലയിലെ AR നഗറിൽ അഹ്മദ് എന്നവരുടെ മകനായി ഹിജ്റ 1299 കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ ജനിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഖ്യ ഉപദേഷ്ടാവും ഒരു പ്രമുഖ പണ്ഡിതനും കൂടിയായിരുന്നു മൗലാന കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ. അദ്ദേഹം പാനൂര്, വാഴക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ദർസ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം താമസിച്ചിരുന്നത് ചൊക്ലി എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ്. ഹിജ്റ 1385 അവിടെ ചൊക്ലി വെച്ച് തന്നെ അദ്ദേഹം വഫാത്താവുകയും ചെയ്തു. അടുത്തത് മൗലാന റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരെ കുറിച്ചുള്ള ഒരു ഭാഗമാണ്. സമസ്തയുടെ സ്ഥാപകരിൽ ഒരാളും 1967 മുതൽ 1993 വരെ സമസ്തയുടെ പ്രസിഡന്റുമായിരുന്നു മഹാനായ റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. എല്ലാ ഉലൂമുകളിലും ഒരു തികഞ്ഞ അവഗാഹമുള്ള ഒരു വ്യക്തിയായിരുന്നു മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ പ്രധാന ഉസ്താദുമാരായിരുന്നു ഒന്ന് കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, അതുപോലെ പള്ളിപ്പുറം യൂസുഫ് മുസ്ലിയാർ തുടങ്ങിയവർ മഹാനായ പിന്നെ കണ്ണിയത്ത് പിന്നെ ചില സ്ഥാപനങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ജാമിയ നൂരിയ, മാട്ടൂൽ, വാഴക്കാട്, ദാറുൽ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം ദർസ് നടത്തുകയും ചെയ്തു. 1990 അദ്ദേഹം വഫാത്താവുകയും അദ്ദേഹത്തിന്റെ. അടുത്തത് അവസാനമായി പറയുന്നത് ഷംസുല്ലമയെ കുറിച്ചാണ്. ലോക പ്രശസ്തനായ പണ്ഡിതനായിരുന്നു ഷംസുല്ലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ. സമസ്തയുടെ നേതാക്കളിൽ പ്രമുഖനാണ്. 1933 ജനിച്ചത്. ക്രിസ്താബ്ദം 1914 പണ്ഡിതനായിരുന്ന കോയക്കുട്ടി മുസ്ലിയാരാണ് അദ്ദേഹത്തിന്റെ പിതാവ്. ഒരു ബഹുഭാഷാ പണ്ഡിതന് കൂടിയായിരുന്നു മഹാനായ ശംസുൽ ഉലമ. ജാമിയ നൂരിയ, ജാമിയ ദാറുസ്സലാം നന്ദി, വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്ത് തുടങ്ങിയ ഉന്നത കലാലയങ്ങളിൽ ഒട്ടേറെ അദ്ദേഹം ദർസുകൾ നടത്തിയിട്ടുണ്ട്. 1957 മുതൽ 1996 വരെ വഫാത്താകുന്ന സമയം വരെ അദ്ദേഹം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയായി സേവനം ചെയ്തു. അദ്ദേഹത്തിന്റെ മക്ബറ വരക്കൽ മക്കാം, കോഴിക്കോട് വരക്കൽ മക്കാമിലാണ് അദ്ദേഹത്തിന്റെ മക്ബറയുള്ളത്. ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് പ്രധാനമായും ചർച്ച ചെയ്യാനുള്ളത്. ഇതെല്ലാം പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണമെന്ന് കുട്ടികൾക്ക് സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അതിനുള്ള ചെറിയൊരു അവസരം ഉപയോഗപ്പെടുത്തണമെന്ന്
ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മളെ ഗ്രൂപ്പിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവിടെ സംശയങ്ങൾ തീർക്കാം. വരുന്നതാ